Hello all, welcome to 8th video lecture of Software Engineering Module 1. On this video, I'm covering incremental process models. What is incremental process models? The incremental process model delivers a series of releases called increments that provide progressively more functionality for the customer as each increment is delivered. Incremental process മോഡലിന്റെ ഒരു സ്പെഷ്യാലിറ്റി അത് കസ്റ്റമേഴ്സിന് ഒരു സീരീസ് ഓഫ് റിലീസസ് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് റിലീസുകൾ പ്രൊവൈഡ് ചെയ്യും. ഓരോ റിലീസിന് പറയുന്ന പേരാണ് ഇൻക്രിമെന്റ്സ് എന്ന്. ഈ ഓരോ ഇൻക്രിമെന്റ്സിന്റെ സ്പെഷ്യാലിറ്റി ഫസ്റ്റ് ഇൻക്രിമെന്റിൽ ഒരു ഫംഗ്ഷനാലിറ്റി അല്ലെങ്കിൽ ഒരു ബേസ് ഫംഗ്ഷനാലിറ്റീസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ടാകാം. നെക്സ്റ്റ് റിലീസ് ആകുമ്പോഴേക്കും നെക്സ്റ്റ് ഇൻക്രിമെന്റ് ആകുമ്പോഴേക്കും അതിന് മോർ ഫംഗ്ഷനാലിറ്റീസ് ആഡ് ചെയ്യും. The incremental process model combines the elements of linear and parallel process flow. രണ്ട് പ്രോസസ് ഫ്ലോയുടെ കോമ്പിനേഷൻസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആണ് ഇൻക്രിമെന്റൽ മോഡലിൽ യൂസ് ചെയ്യുന്നത്. ഇതൊരു ഇൻക്രിമെന്റൽ പ്രോസസ് മോഡലിന്റെ ഗ്രാഫിക്കൽ റിപ്രസെന്റേഷൻ ആണ്. സി ഇവിടെ 5 ടാസ്കുകൾ കമ്മ്യൂണിക്കേഷൻ, പ്ലാനിംഗ്, മോഡലിംഗ്, കൺസ്ട്രക്ഷൻ, ഡിപ്ലോയ്മെന്റ് ഇങ്ങനെ 5 ടാസ്കുകളാണ് ലീനിയർലി ചെയ്യുന്നത്. ഈ 5 ടാസ്കുകളും ലീനിയർലി ചെയ്തു കഴിഞ്ഞാൽ an increment is delivered to the customer. കസ്റ്റമർക്ക് ഒരു ഇൻക്രിമെന്റ് ഡെലിവർ ചെയ്യുന്നുണ്ട്. Then ഈ ഗ്രാഫ് കണ്ടാലേ അറിയാം, ആദ്യം കമ്മ്യൂണിക്കേഷൻ ചെയ്തു, പിന്നെ പ്ലാനിംഗ് ചെയ്തു, പിന്നെ മോഡലിംഗ് ചെയ്തു, പിന്നെ കൺസ്ട്രക്ഷൻ ചെയ്തു, പിന്നെ ഡിപ്ലോയ്മെന്റ് ചെയ്തു. സോ ഒരു ഫസ്റ്റ് ഇൻക്രിമെന്റിന് വേണ്ട കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ തന്നെ പാരലലി സെക്കൻഡ് ഇൻക്രിമെന്റിന് വേണ്ട കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ദെൻ ഇതേപോലെ തന്നെ നെക്സ്റ്റ് ഇൻക്രിമെന്റിന് വേണ്ട ടാസ്കുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻ ബിറ്റ്വീൻ പാരലലി സ്റ്റാർട്ട് ചെയ്യാം. അതുകൊണ്ടാണ് ലീനിയർ ഈ സെറ്റ് ഓഫ് ടാസ്ക് ലീനിയർലി ആണ് ചെയ്യുന്നത്. ബട്ട് രണ്ട് ഇൻക്രിമെന്റ്സിന്റെ വർക്ക് എടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? പാരലലി വി ആർ ഡൂയിങ് സം ജോബ്സ്. അതുകൊണ്ടാണ് ലീനിയർ പ്രോസസ് ഫ്ലോയുടെ ഫീച്ചേഴ്സും പാരലൽ പ്രോസസ് ഫ്ലോയുടെ ഫീച്ചേഴ്സും ഇൻക്രിമെന്റൽ പ്രോസസ് മോഡൽ യൂസ് ചെയ്യണു എന്ന് പറയുന്നത്. Here we construct a partial implementation of total system. ഓരോ ഇൻക്രിമെന്റ് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ സിസ്റ്റത്തിന്റെ ഒരു പാർഷ്യൽ ഇംപ്ലിമെന്റേഷൻ ആണ്. Then slowly add increased functionality. ഒരു പാർഷ്യൽ ഇംപ്ലിമെന്റേഷൻ ആദ്യം കൺസ്ട്രക്ട് ചെയ്യും, അതിലേക്ക് പതുക്കെ ഫംഗ്ഷനാലിറ്റീസ് ആഡ് ചെയ്യും. The incremental model prioritizes the requirements of the system and then implements them in groups. എങ്ങനെയാണ് ഈ ഗ്രൂപ്പിംഗ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് ഇവിടെ. റിക്വയർമെന്റ്സ് പലതും ക്യാപ്ചർ ചെയ്തിട്ടുണ്ടാവും കസ്റ്റമറിന്റെ സൈഡിൽ നിന്ന്. അതിനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യും ആദ്യം. ദെൻ പ്രയോറിറ്റി ബേസ്ഡ് ആയിട്ടാണ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. Each subsequent release of the system adds function to the previous release until all designed functionality has been implemented. ആദ്യം ഒരു റിലീസ് കൊടുക്കുന്നു, അതിലേക്ക് കുറച്ച് ഫംഗ്ഷനാലിറ്റി ആഡ് ചെയ്യുമ്പോഴാണ് സെക്കൻഡ് ഇൻക്രിമെന്റ് അല്ലെങ്കിൽ സെക്കൻഡ് റിലീസ് വരുന്നത്. ഇങ്ങനെ കംപ്ലീറ്റ് ഇംപ്ലിമെന്റേഷൻ തീരുന്നത് വരെ നമ്മൾ ഫംഗ്ഷനാലിറ്റീസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. When an incremental model is used, the first increment is often a core product. ആദ്യത്തെ ഇൻക്രിമെന്റിനെ പറയുന്ന പേരെന്താണ്? കോർ പ്രൊഡക്റ്റ് എന്നാണ്. That is, basic requirements are addressed, but many supplementary features remain undelivered. Core product എന്ന് പറയാൻ കാരണം ഇതിൽ ബേസിക് റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ ബേസിക് ഫംഗ്ഷനാലിറ്റീസ് എല്ലാം ഇതിൽ അഡ്രസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിലേക്ക് എന്തിനെ ആഡ് ചെയ്യാനുണ്ട്? കുറെ അഡീഷണൽ ഫീച്ചേഴ്സ് ഇനിയും ആഡ് ചെയ്യാനുണ്ട്. The core product can be used by the customer. ഈ core product കസ്റ്റമേഴ്സിന് യൂസ് ചെയ്യാം, അവരത് യൂസ് ചെയ്യും. As a result of the use, at evaluation, a plan is developed for the next increment. Customers ഈ core product യൂസ് ചെയ്യും, അതിനെ ഇവാലുവേറ്റ് ചെയ്യും. ഈ ഇവാലുവേഷനെ ബേസ് ചെയ്തിട്ട് ആണ് ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത്. ആ പ്ലാൻ എന്തിനു വേണ്ടി യൂസ് ചെയ്യാം? നെക്സ്റ്റ് ഇൻക്രിമെന്റ് പ്രിപ്പയർ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും യൂസ് ചെയ്യാം.
The plan addresses the modification of the core product to better meet the needs of the customer and the delivery of additional features and functionality. ഈ പ്ലാനിൽ എപ്പോഴും കോർ പ്രൊഡക്റ്റിന്റെ പ്ലാൻ ആണെങ്കിൽ കോർ പ്രൊഡക്റ്റിന് വേണ്ട മോഡിഫിക്കേഷൻസ് ആണ് പറയുക. സോ ഇന്ന അഡീഷണൽ ഫീച്ചേഴ്സ് വേണം, ഇന്ന ഫങ്ഷനാലിറ്റീസ് വേണം, ഇതൊക്കെയാണ് എപ്പോഴും ഓരോ പ്ലാനും അഡ്രസ് ചെയ്യുക. The process is repeated following the delivery of each increment until the complete product is produced. ഇപ്പൊ ഒരു കോർ പ്രൊഡക്റ്റ് ആദ്യം കസ്റ്റമർ യൂസ് ചെയ്യണു, അത് ഇവാലുവേറ്റ് ചെയ്യണു, ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യണു എന്നൊക്കെയാണ് പറഞ്ഞത്. ഈ പ്രോസസ് തന്നെ ഫൈനൽ പ്രൊഡക്റ്റ് റിലീസ് ചെയ്യുന്നവരെ അല്ലെങ്കിൽ ഫൈനൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വരെ റിപ്പീറ്റ് ചെയ്യും. ഫസ്റ്റ് ഇൻക്രിമെന്റ് അതിന്റെ കിട്ടിയ പ്ലാനിനെ ബേസ് ചെയ്ത് സെക്കൻഡ് ഇൻക്രിമെന്റ് ജനറേറ്റ് ചെയ്യും. അത് കസ്റ്റമേഴ്സ് യൂസ് ചെയ്ത് പറയുന്ന ഇവാലുവേഷനെ ബേസ് ചെയ്തിട്ട് തേർഡ് ഇൻക്രിമെന്റ് ജനറേറ്റ് ചെയ്യും. The incremental process model focuses on the delivery of an operational product with each increment. ഓരോ ഇൻക്രിമെന്റ് കഴിയുമ്പോഴേക്കും ഒരു ഓപ്പറേഷണൽ പ്രൊഡക്റ്റിന്റെ ഡെലിവറി ആണ് ഇൻക്രിമെന്റ് പ്രോസസ് മോഡൽ ഫോക്കസ് ചെയ്യുന്നത്. Early increments are stripped down versions of the final product, but they do provide capability that serves the user and also provide a platform for evaluation by the user. ഓരോ ഇൻക്രിമെന്റും ഫൈനൽ പ്രൊഡക്റ്റിന്റെ ഓരോ വേർഷൻസ് ആണ്. ഓരോ വേർഷനും അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്ന, അതിൽ മോർ ഫങ്ഷനാലിറ്റീസ് ആഡ് ചെയ്യാണ് ചെയ്യാം. ആൻഡ്രോയിഡിന്റെ കേസിൽ തന്നെ ആദ്യം ഒരു വേർഷൻ റിലീസ് ചെയ്തു, പിന്നെ വേറൊരു വേർഷൻ റിലീസ് ചെയ്തു. സോ അങ്ങനെ ഓരോ വേർഷൻസ് റിലീസ് ചെയ്യുമ്പോഴും അതിൽ എന്തുണ്ടാകുന്നുണ്ട്, ഓരോ അഡീഷണൽ ഫങ്ഷനാലിറ്റീസ് ആഡ് ചെയ്യുന്നുണ്ട്. ആ ഓരോ വേർഷനും യൂസർ ഇവാലുവേഷനെ ബേസ് ചെയ്തിട്ടാണ് അവർ മോർ ഫങ്ഷനാലിറ്റീസ് ആഡ് ചെയ്ത് പോകുന്നത്. Incremental development is particularly useful when staffing is unavailable for a complete implementation by the business deadline that has been established for the project. Incremental model എപ്പോഴും യൂസ്ഫുൾ ആകുക ചില സിറ്റുവേഷനിലാണ്. അതായത് നമുക്ക് നെസസറി സ്റ്റാഫ് ഇനീഷ്യലി ഇല്ല എന്ന് കൺസിഡർ ചെയ്യാം. അപ്പൊ വേണമെങ്കിൽ ഇൻക്രിമെന്റൽ പ്രോസസ് മോഡലിൽ പ്രോജക്ട് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഒരു കോർ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ കുറച്ച് സ്റ്റാഫ് മതി. ദെൻ പിന്നീട് നെക്സ്റ്റ് സെറ്റ് ഓഫ് സ്റ്റാഫിനെ വേണമെങ്കിൽ എംപ്ലോയ് ചെയ്യാം. Early increments can be implemented with a few people. കുറച്ച് പീപ്പിളിനെ വെച്ചിട്ട് early increments ഡെവലപ്പ് ചെയ്യാം. If the core product is well received, then additional staff can be added to implement the next increment. Core product customer accept ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അഡീഷണൽ സ്റ്റാഫ്സിനെ എംപ്ലോയ് ചെയ്യാം. അതിനുശേഷം അവരെന്ത് ചെയ്തോളും, നെക്സ്റ്റ് ഇൻക്രിമെന്റിന്റെ വർക്ക് തൊട്ട് വർക്ക് ചെയ്ത് തുടങ്ങിക്കോളും. In addition, increments can be planned to manage technical risk. ഓരോ ഇൻക്രിമെന്റ്സ് കിട്ടുമ്പോഴും ടെക്നിക്കൽ റിസ്ക് എന്താണെന്ന് ക്ലിയർലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ നെക്സ്റ്റ് ഇൻക്രിമെന്റ് ഡിസൈൻ ചെയ്യുമ്പോഴോ പ്ലാൻ ചെയ്യുമ്പോഴോ തന്നെ ആ ടെക്നിക്കൽ റിസ്കുകൾ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാനും പറ്റും. Now, what are the strengths of incremental process model? We can develop a high risk or major functions first. എപ്പോഴും ഹൈ റിസ്ക് ഫങ്ഷനാലിറ്റീസ് അല്ലെങ്കിൽ മേജർ ഫങ്ഷനാലിറ്റീസ് ആദ്യം ഡെവലപ്പ് ചെയ്യാം. ഈച്ച് റിലീസ് ഡെലിവേഴ്സ് ആൻ ഓപ്പറേഷണൽ പ്രൊഡക്റ്റ്. ഓരോ റിലീസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഓരോ ഓപ്പറേഷണൽ പ്രൊഡക്റ്റ് ആണ്. കസ്റ്റമർ ക്യാൻ റെസ്പോണ്ട് ടു ഈച്ച് ബിൽഡ്. കസ്റ്റമേഴ്സിന് ഓരോ ഓപ്പറേഷണൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം, അതിനെ ഇവാലുവേറ്റ് ചെയ്യാം. അപ്പൊ അവർ അതിന്റെ ഡ്രോബാക്സ് എല്ലാം സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ നെക്സ്റ്റ് പ്ലാനിൽ അതെല്ലാം ആഡ് ചെയ്യും. യൂസസ് ഡിവൈഡ് ആൻഡ് കോൺകർ ബ്രേക്ക് ഡൗൺ ഓഫ് ടാസ്ക്. ഇവിടെ നമ്മൾ ടാസ്കുകളെ ഡിവൈഡ് ആൻഡ് കോൺകർ മെക്കാനിസം വെച്ചിട്ടാണ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. സോ ഇനീഷ്യൽ പ്രൊഡക്റ്റിലൊക്കെ വേണമെങ്കിൽ ഡ്രോബാക്സ് ഉണ്ടാവാം. ആ ഡ്രോബാക്സ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നെക്സ്റ്റ് വേർഷൻ ആകുമ്പോഴേക്കും വേണമെങ്കിൽ ഓവർകം ചെയ്യാൻ പറ്റും. ലോവേഴ്സ് ഇനീഷ്യൽ ഡെലിവറി കോസ്റ്റ്. ഇനീഷ്യൽ ഡെലിവറി കോസ്റ്റ് ലോവർ ചെയ്യാൻ പറ്റും. ഫൈനൽ കോസ്റ്റ് അല്ല ഉദ്ദേശിക്കുന്നത്, ഇനീഷ്യൽ ഡെലിവറി കോസ്റ്റ്. ഇനീഷ്യൽ പ്രൊഡക്റ്റ് ഡെലിവറി ഈസ് ഫാസ്റ്റർ. കോർ പ്രൊഡക്റ്റ് വേണമെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റും. കസ്റ്റമേഴ്സ് ഗെറ്റ് ഇമ്പോർട്ടന്റ് ഫങ്ഷനാലിറ്റി ഏർലി. നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് ഹയർ റിസ്ക് അല്ലെങ്കിൽ മേജർ ഫങ്ഷനാലിറ്റീസ് ആണ് ആദ്യം. സോ കസ്റ്റമർക്ക് ഇമ്പോർട്ടന്റ് ഫങ്ഷനാലിറ്റി ഏർലി സ്റ്റേജസിൽ തന്നെ ഡെലിവേർഡ് ആകുന്നുണ്ട്, അവർക്കത് യൂസ് ചെയ്ത് തുടങ്ങാം. Risk of changing requirements is reduced.
റിക്വയർമെന്റ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റിസ്ക് ഒക്കെ ഒരു പരിധി വരെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. And what are the weakness of incremental process model? Requires good planning and design. ഇവിടെയും well defined plan prepare ചെയ്യണം initially തന്നെ. ഡിസൈനിങ്ങും പെർഫെക്റ്റ് ആകണം. Requires early definition of a complete and fully functional system to allow for the definition of increments. ഓരോ ഇൻക്രിമെന്റും ഇങ്ങനെ ആകണമെന്ന് പറയണമെങ്കിൽ ഏർലി സ്റ്റേജസിൽ തന്നെ ഒരു എല്ലാ ഫങ്ഷണാലിറ്റീസും വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഫങ്ഷണാലിറ്റീസും ഏർലി സ്റ്റേജിൽ തന്നെ അറിഞ്ഞിരിക്കണം. വെൽ ഡിഫൈൻഡ് മൊഡ്യൂൾ ഇന്റർഫേസസ് ആർ റിക്വയർഡ്. ഓരോ മൊഡ്യൂൾസും എങ്ങനെ ഇന്ററാക്ട് ചെയ്യും അതൊക്കെ നേരത്തെ തന്നെ അറിഞ്ഞിരിക്കണം. ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ കംപ്ലീറ്റ് സിസ്റ്റം ഇസ് നോട്ട് ലോവർ. ഇനീഷ്യൽ കോസ്റ്റ് കുറവാണ്, ബട്ട് ടോട്ടൽ കോസ്റ്റ് ലോവർ അല്ല. And when to use the incremental model? Risk, funding, schedule, program complexity or need for early realization of benefits. നമുക്ക് ഏർലി സ്റ്റേജിൽ തന്നെ എന്തെങ്കിലും കിട്ടണം, അല്ലെങ്കിൽ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യണം. ഫണ്ടിങ് ഇനീഷ്യലി അധികം ഫണ്ടിങ് ഇല്ല. ഒരു കോർ പ്രൊഡക്റ്റ് കിട്ടിയാൽ മാത്രമാണ് കസ്റ്റമേഴ്സ് ബാക്കി ഫണ്ടിങ് റിലീസ് ചെയ്യുക. അങ്ങനത്തെ പല സിറ്റുവേഷനിൽ we can go for incremental model. Most of the requirements are known upfront but are expected to evolve over time. ഒരുപാട് റിക്വയർമെന്റ്സ് ഉണ്ട്, അതിലെല്ലാം ഒരുവിധം എല്ലാം ഇനീഷ്യലി അറിയാം. ബട്ട് ദീസ് റിക്വയർമെന്റ്സ് ചേഞ്ചസ് വരാം. ഇനി ടൈം ബൈ ടൈം ആയിട്ട് അത് പുതിയ റിക്വയർമെന്റ്സ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ ചേഞ്ചസ് റിക്വയർമെന്റ്സിൽ വരാം. അങ്ങനത്തെ സിറ്റുവേഷനിൽ we can go for incremental model. A need to get basic functionality to the market early. കസ്റ്റമർക്ക് ബേസിക് ഫങ്ഷണാലിറ്റി വെച്ചൊരു പ്രൊഡക്റ്റ് പെട്ടെന്ന് ഡെലിവർ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഏർലി സ്റ്റേജസ് ഓഫ് പ്രൊജക്ട് ഡെവലപ്മെന്റിൽ ഡെലിവർ ചെയ്യണമെങ്കിൽ യു ഷുഡ് ഗോ ഫോർ ഇൻക്രിമെന്റൽ മോഡൽ. ഓൺ പ്രൊജക്ട്സ് വിച്ച് ഹാവ് ലെങ്തി ഡെവലപ്മെന്റ് ഷെഡ്യൂൾസ്. ഒരു ലെങ്തി പ്രൊജക്റ്റിൽ എപ്പോഴും ഇൻക്രിമെന്റൽ മോഡൽ നല്ലതാണ്. കാരണം ആഫ്റ്റർ 1 or 2 months കസ്റ്റമർക്ക് ഒരു ഇൻക്രിമെന്റ് കിട്ടുകയാണ്, ഒരു പ്രൊഡക്റ്റിന്റെ ബേസ് വേർഷൻ കിട്ടുകയാണ്. പിന്നെ ചിലപ്പോൾ 1 month കഴിഞ്ഞാൽ അടുത്തൊരു ഇൻക്രിമെന്റ് ആ ഒരു വേർഷന്റെ മോഡിഫൈഡ് വേർഷൻ കിട്ടുകയാണ്. സോ കസ്റ്റമേഴ്സ് വിൽ ബി ഒബ്വിയസ്ലി ഹാപ്പി. ഓൺ എ പ്രോജക്ട് വിത്ത് ന്യൂ ടെക്നോളജി, പുതിയ ടെക്നോളജീസ് യൂസ് ചെയ്യുമ്പോൾ റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ കുറച്ച് കൂടുതലാണ്. സോ ആ സിറ്റുവേഷനിലും we can go for incremental process model. So in this video, incremental process model is covered. Thank you for watching.